നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സപ്ലൈകോ ഓണം ഫെയറിന് ചേർപ്പിൽ തുടക്കമായി. ചേർപ്പ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് ഓണം ഫെയർ ആരംഭിച്ചത്. BJP SC മോർച്ച ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. തിരഞ്ഞെടുത്ത 200ഓളം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. വെങ്ങിണിശ്ശേരി വയോജനക്ഷേമ സൗഹൃദ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. വിവിധ കലാകായിക പരിപാടികൾക്കൊപ്പം ആദരിക്കലും ഉൾപ്പെട്ടതായിരുന്നു ഓണാഘോഷം. വാർത്തകൾ വിശദമായി. സപ്ലൈകോ ഓണം ഫെയറിന് ചേർപ്പിൽ തുടക്കമായി. ചേർപ്പ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് ഓണം ഫെയർ ആരംഭിച്ചത്. നാട്ടിക നിയോജക മണ്ഡലത്തിലെ ഓണം ഫെയറാണ് ചേർപ്പിൽ പ്രവർത്തനം തുടങ്ങിയത്. CC മുകുന്ദൻ MLA ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷയായി. പൊതുവിപണിയെ കുറിച്ച് ഇവിടെ വ്യക്തമായി സൂചിപ്പിച്ചു. നമുക്കറിയാം, ഓരോ ഉത്സവ സീസൺ വരുമ്പോഴും പൊതുവിപണിയിലെ ഉള്ള ഒരു വില എല്ലായിടത്തും ഒരേ തരത്തിലല്ല. നമ്മൾ ഓരോ കടകൾ കയറി ഇറങ്ങിയാൽ നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഓരോ കടകളിലും വ്യത്യസ്തങ്ങളായ വില നിലവാരങ്ങളായിരിക്കും. പക്ഷേ അത്തരം സാഹചര്യങ്ങളിലെല്ലാം മറികടന്ന് നമുക്ക് ഏകീകൃതമായ ഒരു വിലയിൽ സാധനങ്ങൾ ലഭിക്കുന്ന ഒരേ ഒരു സ്ഥാപനം നമ്മുടെ സപ്ലൈകോ മാത്രമാണ്. ഇടയിൽ കുറച്ച് വീഴ്ചകൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ വളരെയധികം പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് തന്നെ നമ്മുടെ സപ്ലൈകോ പുനർജീവൻ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. ഒരുപാട് ഓഫറുകളൊക്കെ ഈ ഓണം സംബന്ധിച്ച് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുണമേന്മയുള്ള സാധനങ്ങൾ പൊതുവിപണിയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സംവിധാനത്തിലാണ് ഇത്തവണ കിറ്റ് അടക്കം ഉള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സിനി പ്രദീപ്, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AV സഹദേവൻ, ജനതാദൾ S പ്രതിനിധി ഷൺമുഖൻ വടക്കുംപറമ്പിൽ, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി V ശ്രീരാജ്, OIC CGP വിജയൻ, തൃശൂർ ഡിപ്പോ സീനിയർ അസിസ്റ്റന്റ് AR സുചിത്ര എന്നിവർ സംസാരിച്ചു. അരിയും വെളിച്ചെണ്ണയും ഉൾപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ ന്യായവിലയ്ക്ക് ഓണം ഫെയറിൽ ലഭ്യമാണ്. വൻ വിലക്കുറവും ഓഫറുകളും പ്രത്യേക സമ്മാന പദ്ധതികളും ഓണം ഫെയറിൽ ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 4 വരെ ഓണം ഫെയർ പ്രവർത്തിക്കും. BJP SC മോർച്ച ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. തിരഞ്ഞെടുത്ത 200ഓളം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് A നാഗേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇവിടുത്തെ പരിപാടിക്ക് വരാം എന്ന് നിർബന്ധമായിട്ട് ഏറ്റത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഏറ്റവും മാതൃകാപരമായ പരിപാടി നടത്തുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ യാതൊരു മുടക്കം കൂടാതെ ഏറ്റവും ഭംഗിയായി ഇതിൻ്റെ പ്രവർത്തനത്തിന് ശ്രീ മണിയേട്ടൻ്റെ നേതൃത്വത്തിലാണ് നടക്കാറ്. അപ്പോൾ എന്തായാലും ഞാൻ നിർബന്ധമായിട്ടും എത്താമെന്ന് പറഞ്ഞൊരു പുണ്യപ്രവൃത്തി ചെയ്യുന്നതിൽ എത്തുക എന്നത് എനിക്കും കൂടിയും ഭാഗ്യം കിട്ടുന്ന കാര്യമായതുകൊണ്ടാണ് എന്തായാലും ഓടിയെത്തിയത്. എല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ ഈ പട്ടികജാതി മോർച്ചയുടെ ഈ പ്രവർത്തനം കിറ്റ് വിതരണത്തിൽ മാത്രം ഒതുങ്ങാതെ ഈ മേഖലയിൽ എല്ലാ ആളുകളുടെയും അത്താണിയായി മാറാൻ നിങ്ങൾക്ക് സാധ്യമാകണം. അതിനുവേണ്ടി സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് VK മണി അധ്യക്ഷനായി. BJP എറണാകുളം മേഖലാ ജനറൽ സെക്രട്ടറി സേവ്യൻ പള്ളത്ത മുഖ്യാതിഥിയായി. കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി CS സുനിൽ, ദീന ബാലൻ, 15ാം വാർഡ് കൺവീനർ സുനിൽ വാര്യർ, മണ്ഡലം ജനറൽ സെക്രട്ടറി രജി, മുൻ മണ്ഡലം പ്രസിഡന്റ് ഷിജോ ഫ്രാൻസിസ്, സന്തോഷ് പടിഞ്ഞാറ്റുമുറി, രഞ്ജിത്ത് പൊട്ടിച്ചിറ, അഡ്വക്കേറ്റ് നിതിൻ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. വെങ്ങിണിശ്ശേരി വയോജനക്ഷേമ സൗഹൃദ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. വിവിധ കലാകായിക പരിപാടികൾക്കൊപ്പം ആദരിക്കലും ഉൾപ്പെട്ടതായിരുന്നു ഓണാഘോഷം. വെങ്ങിണിശ്ശേരി ശ്രീനാരായണ സമാജം ഓഫീസിന് സമീപത്താണ് ഓണാഘോഷം ഒരുക്കിയത്. CC മുകുന്ദൻ MLA ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ പറയുന്ന പോലെ പൂർണ്ണമായി ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല. അത് മാനസികമായൊരു വേദന നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടം പഴയകാല കാലഘട്ടത്തിൽ കുറച്ച് അയവിറക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പഴയ കാലത്തൊക്കെ ഇപ്പം എനിക്കും നിങ്ങളെപ്പോലെ കുറച്ച് വയസ്സായിട്ടുണ്ട്. ഞാൻ ഇല്ല നിങ്ങളിപ്പോൾ ഒരു യുവാവൊന്നുമല്ല ഞാൻ. അത്യാവശ്യം നിങ്ങളെപ്പോലെ തന്നെ പ്രായം ഉള്ള ഒരു കൂട്ടത്തിലുള്ള ആളാണ്. പക്ഷേ നിയമസഭ അംഗമായിട്ട് ഏകദേശം 4 വർഷം 2 മാസം കഴിഞ്ഞു. അപ്പം നമ്മുടെ സർക്കാർ തരുന്ന ഫണ്ടുകൾ എത്ര കിട്ടിയാലും പോരാത്തൊരവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പം ഞാൻ വരുമ്പോൾ നമ്മുടെ പേര് എനിക്കറിയില്ല, അദ്ദേഹം പറയണ്ടായി, ചോദിച്ചാൽ എന്തു തരാവുന്ന രീതിയിലുള്ളൊരു MLA ആണ് നമ്മുടെ MLA എന്ന് പറയണ്ടായി. അപ്പം അതിലൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ എതിരൊന്നുമല്ല. കിട്ടുന്ന പൈസ ഇപ്പോഴും നമ്മുടെ 140 നിയോജകമണ്ഡലത്തിൽ വനമിത്ര അവാർഡ് ജേതാവ് VK ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. വെങ്ങണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സതീഷ് ബാബു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TM മോഹനൻ, സമിതി ട്രഷറർ MB അജയഘോഷ്, വിജിത വിജയകുമാർ, CB സുരേഷ് എന്നിവർ സംസാരിച്ചു. സമിതി അംഗങ്ങളുടെ കുടുംബങ്ങളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾ, 75 വയസ്സുള്ള അംഗങ്ങൾ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് കോടന്നൂർ കലാനിലയം അവതരിപ്പിച്ച അവൻ വരുന്നു, ശിങ്കിടി എന്നീ ലഘുനാടകങ്ങൾ അരങ്ങേറി. സുഖദേവ്, കാസ വഗീസ് എന്നിവർ അഭിനേതാക്കളായ ലഘുനാടകങ്ങളാണ് അരങ്ങേറിയത്. അവണിശ്ശേരിയിൽ നവീകരിച്ച ഫിറ്റ്നസ് ഫാക്ടറിയുടെ 20ാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ആധുനിക രീതിയിലാണ് ഫിറ്റ്നസ് ഫാക്ടറി നവീകരിച്ചിരിക്കുന്നത്. ആധുനികമായ പുതിയ ഉപകരണങ്ങളോടൊപ്പം ഫിറ്റ്നസ് ഫാക്ടറി പൂർണ്ണമായും ശീതീകരിച്ചിട്ടുണ്ട്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ നവീകരിച്ച ഫിറ്റ്നസ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു. 2005 തുടങ്ങുക എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെയുള്ള ജിംനേഷ്യങ്ങൾ സജീവമാവുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ തുടങ്ങിയൊരു ഫിറ്റ്നസ് സെൻ്ററാണ്. അപ്പോൾ അത് 20 വർഷമായിട്ട് ഇതേപോലെ സജീവമായിട്ട് നിലനിൽക്കുക, ഇതേപോലെ പുതിയ നവീകരിച്ചൊരു സംരംഭത്തിലേക്ക് കടക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ആളുകളുടെ വിശ്വാസം സുനിയേട്ടൻ അല്ലെങ്കിൽ ഈ ജിംനേഷ്യം ആർജിച്ചു എന്നുള്ള തെളിവാണ് 20ാം വർഷവും ഇത്രയും സജീവമായിട്ട് നമ്മുടെ ഫിറ്റ്നസ് സെൻ്റർ നിൽക്കുന്നതിന് കാരണം. അപ്പോൾ അത്രയും ആളുകളുടെ അവണിശ്ശേരിയും പുറത്തുള്ള ആളുകളിലേക്ക് സ്നേഹവും വിശ്വാസവും പിടിച്ചു പറ്റിക്കൊണ്ടാണ് പുതിയ വർഷത്തിലേക്ക് കടക്കുന്നത്. അത് ഒരു ചെറിയ കാര്യമല്ല. ഏത് സംരംഭമായാലും അതിന് ചുറ്റുമുള്ള ആളുകളുടെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അശ്വിൻ അധ്യക്ഷനായി. CK മോഹനകുമാരൻ ആദരിക്കൽ നിർവഹിച്ചു. TP സുനിൽകുമാർ, സഞ്ജു എന്നിവർ സംസാരിച്ചു. ഫിറ്റ്നസ് ഫാക്ടറിയുടെ 20ാം വാർഷികത്തിന്റെ ഭാഗമായി പവർ ലിഫ്റ്റ്, പുഷപ്പ്, പുല്ലപ്പ്, ക്രോസ് ഫിറ്റ്, ബോഡി ഷോ, സുന്ദരിക്ക് പൊട്ടുതൊടൽ തുടങ്ങിയ വിവിധ കലാകായിക പരിപാടികൾ നടന്നു. ഓണമത്സരങ്ങളുടെ ഭാഗമായി സ്പൂൺ റേസ്, സുന്ദരിക്ക് പൊട്ടുതൊടൽ, ഉറിയടി എന്നീ മത്സരങ്ങളും അരങ്ങേറി. കടലാശ്ശേരി വയോജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന മുത്തുകൾ എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സംഘം പ്രസിഡന്റ് അച്യുതൻ വെള്ളന്നൂർ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. 200ഓളം അംഗങ്ങൾക്കുള്ള ഓണപ്പുടവയും അദ്ദേഹം സമ്മാനിച്ചു. സെക്രട്ടറി വർഗീസ് ടീനാത്ത് അധ്യക്ഷനായി. തുടർന്ന് കസേരക്കളി, മുതിർന്ന അംഗങ്ങളുടെ ഗാനാലാപനം, ഓണപ്പൂക്കളം എന്നിവയും നടന്നു. ചേർപ്പ് SHO ആയ MS ഷാജന് സ്വീകരണമൊരുക്കി ജനമൈത്രി സമിതി. ജനമൈത്രി കോർഡിനേറ്റർ പ്രദീപ് വെളിയങ്ങോട് അധ്യക്ഷനായി. SIKS സുബിന്ദ്, CPO ശ്രീനാഥ്, ജയന്തി നാരായണൻ, MS അലക്സി, KN അൽതാഫ്, അഭിലാഷ് മൂലക്കാട്ടിൽ, രഞ്ജീഷ് കൊല്ലത്ത്, ഗിരിജൻ പയ്യാനത്ത് എന്നിവർ സംസാരിച്ചു. ചാളൂർ ഗ്രാമപഞ്ചായത്തിലെ പുള്ളക്കോൾപ്പടവ് ടൂറിസം സെന്റർ പദ്ധതിയുടെ നിർമ്മാണത്തിന് തുടക്കമായി. ചാളൂർ പഞ്ചായത്തും ടൂറിസം വകുപ്പും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈൻ മുഖേന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. മത്സ്യസമ്പത്തും ദേശാടന പക്ഷികളും ഉൾപ്പെടുന്ന പുള്ളിന്റെ സൗന്ദര്യം ലോകത്തിന് മാതൃകയാക്കുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുക എന്ന് മന്ത്രി പറഞ്ഞു. 82.66 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിക്കുക. ലൈറ്റിംഗ്, ഇരിപ്പിടങ്ങൾ എന്നിവയടക്കം പരിസ്ഥിതിക്ക് അനുയോജ്യമായ നിർമ്മാണമാണ് നടത്തുക എന്നും മന്ത്രി പറഞ്ഞു. CC മുകുന്ദൻ MLA അധ്യക്ഷനായി. ഒരു മാതൃകപരമായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെയുള്ള ചില കാര്യങ്ങളിൽ ഞങ്ങൾ കൂടെ കുത്തിയിരുന്ന്
എന്തൊക്കെയാണ് നമുക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകേണ്ടത് എന്ന് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ വിവിധ മേഖലയിൽ വിവിധ വാർഡുകളിൽ ഈ ചാഴൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നമ്മൾ സഹായം കൊടുത്ത് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നതിന് മുമ്പ് ഞാൻ പറയേണ്ടായി. എന്നാൽ ചില പ്രവർത്തനങ്ങളിൽ പലരുടെ വെല്ലുവിളി ഉണ്ടായിട്ട് പോലും വളരെ സൗഹൃദപരമായ രീതിയിലുള്ള നമ്മുടെ പ്രവർത്തകരുടെ ഇടപെടലിൻ്റെ ഫലമായി ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ചാഴൂർ ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ KLDC കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ AG ബോബൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാമചന്ദ്രൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, സെക്രട്ടറി P. ജോയ്സി വോഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിന്റെ ഭാഗമായി സംസ്ഥാന ടൂറിസം വകുപ്പ് അനുവദിക്കുന്ന 49,59,600 രൂപയും ചാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച 33,06,400 രൂപയും ഉൾപ്പെടെ 82.66 ലക്ഷം രൂപയാണ് പദ്ധതി ചെലവ്. മഴക്കാലത്ത് പുല്ലുഭാഗത്തെ റോഡുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ റോഡ് ഉയർത്തുന്നതിനുള്ള പരിശോധന നടത്തി പദ്ധതി തയ്യാറാക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. നാട്ടിക പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണക്കോടി സമ്മാനിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണക്കോടി നൽകിയത്. മുൻ MP TN പ്രതാപൻ ഓണക്കോടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കെട്ടകാലം ഉടൻ ഇല്ലാതാകുമെന്നും നല്ല നാളുകൾ അധികം വൈകാതെ നാട്ടികയിൽ തിരിച്ചുവരുമെന്നും TN പ്രതാപൻ പറഞ്ഞു. അധികാരവും മറ്റ് സംവിധാനവുമില്ലാതെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ചേർത്തുപിടിക്കാൻ കോൺഗ്രസ് കാണിച്ച മനസ്സ് പ്രശംസനാർഹമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ CG അജിത് കുമാർ, AN സിദ്ധപ്രസാദ്, CS മണികണ്ഠൻ, KV സുകുമാരൻ, PC മണികണ്ഠൻ, ശ്രീദേവി മാധവൻ, മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. 700ഓളം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഓണക്കോടി വിതരണം ചെയ്തത്. അന്തിക്കാട് സ്വകാര്യ ബസ്സിൽ യാത്രക്കിടെ കുഴഞ്ഞു വീണ മധ്യവയസ്ക മരിച്ചു. കുറ്റിമാവ് സ്വദേശി വന്നേരി വീട്ടിൽ ഗോപാലന്റെ മകൾ 56 വയസ്സുള്ള ലീനയാണ് മരിച്ചത്. ബസ്സിൽ ഇവർ കുഴഞ്ഞു വീണതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സംഭവം. തൃപ്രയാറിൽ നിന്ന് മുറ്റിച്ചൂർ വഴി തൃശൂരിലേക്ക് പോകുന്ന ഹവ്വ മറിയം എന്ന ബസ്സിൽ കുറ്റിമാവിൽ നിന്ന് ബസ്സിൽ കയറിയതാണ് വന്നേരി വീട്ടിൽ ഗോപാലന്റെ മകൾ 56 വയസ്സുള്ള ലീന. ബസ് അന്തിക്കാട് ആൽ സെന്ററിലെത്തിയ സമയത്താണ് ലീന അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. കണ്ടക്ടർ എത്തി വെള്ളം കൊടുക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. ഉടനെ അതേ ബസ്സിൽ തന്നെ കഞ്ഞാണിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ലീനയുടെ സ്ഥിതി മോശമായതിനാൽ ഒളരിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. എങ്കിലും ലീനയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ തൃപ്പുത്തിരി നിവേദ്യവും കാഴ്ചക്കുല സമർപ്പണവും വിപുലമായി ആഘോഷിക്കും. ഉത്രാടം ദിനമായ സെപ്റ്റംബർ 4 വ്യാഴാഴ്ചയാണ് ചടങ്ങ് നടക്കുക. രാവിലെ 7 മണി മുതൽ മംഗല്യദായിനിയായ പാണ്ഡവഗിരി ദേവിക്ക് കാഴ്ചക്കുലകൾ ഭക്തർക്ക് സമർപ്പിക്കാം. ഉച്ചപൂജയ്ക്ക് ക്ഷേത്രം തന്ത്രി പുത്തരി പായസവും നിവേദ്യവും ദേവിക്ക് സമർപ്പിക്കും. എല്ലാ ഭക്തജനങ്ങളെയും ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9447991586 അല്ലെങ്കിൽ 0487227702 അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറായ 9746277702 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9620 രൂപ, പവന് 76,960 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സപ്ലൈകോ ഓണം ഫെയറിന് ചേർപ്പിൽ തുടക്കമായി. ചേർപ്പ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് ഓണം ഫെയർ ആരംഭിച്ചത്.
BJP SC മോർച്ച മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. തിരഞ്ഞെടുത്ത 200ഓളം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. വെങ്ങിണിശ്ശേരി വയോജനക്ഷേമ സൗഹൃദ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. വിവിധ കലാകായിക പരിപാടികൾക്കൊപ്പം ആദരിക്കലും ഉൾപ്പെട്ടതായിരുന്നു ഓണാഘോഷം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.